സിനിമാ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നൊരു സ്ഥലം കൂടി വർക്ക് പ്ലേസ് കൂടിയാണ്. പലരും തുറന്നു പറയാറില്ല. അവരുടെ പലവിധ കാരണങ്ങൾ കൊണ്ടും നേരത്തെ പറഞ്ഞ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇനി അവർ സിനിമാ മേഖല ഉണ്ടാകുമോ എന്നുള്ള പേടിയുമൊക്കെ ഉണ്ടാകും. ഇവിടെ ഒരു നടി വളരെ ആർജവത്തോടെ, യുവതലമുറയിലെ ഒരു നടി പുറത്തു വന്ന് തുറന്നു പറയുന്നു. അവർ പിന്നീട് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ അപ്പോഴാണ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടി വന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്, പോടാ, അവിടെ വെച്ച് തന്നെ ഇതിനെ നേരിടേണ്ട ഒരു കാര്യമാണ്, അല്ല ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ നടനെയും പലപ്പോഴും ന്യായീകരിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇൻഡസ്ട്രിയിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഉണ്ടായാൽ പോടാ, അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പിടിച്ചു തള്ളുകയോ ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കുമോ എന്ന് പറയുന്നുണ്ട് മാത്രം ഒതുങ്ങുന്നൊരു സംഗതിയാണോ? ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീതി പ്രതീക്ഷിക്കണോ? ഈ പോട, അതായത് മാലാപാർവതി പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. കാര്യം അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി കാണില്ല ജീവിതത്തിൽ. സോ അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. പിന്നെ അവരൊരു ബോൾഡായ സ്ത്രീയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. സോ അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം പെരുമാറുന്നത്. പിന്നെ ആ കുട്ടി എന്ന് പറയുന്നത് അവരതൊരു കാഷ്വലായി അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. സോ ഞാൻ ഇനി ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് ഒരു കാഷ്വലായിട്ട് പറഞ്ഞു. അല്ലാതെ അവരതിന് ആ സ്പോട്ടിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതികരണശേഷി ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒപ്പം ഉള്ളവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ട്രോമയിലേക്കൊന്നും പോകാതെ നിങ്ങൾ അതിനെ തന്നെ പ്രതികരിക്കാൻ പഠിക്കൂ എന്നുള്ളത് നമുക്ക് എന്താ പറയാ, ഇനിയെങ്കിലും മുന്നോട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ അധികാരപ്പെട്ട ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന് അധികാരപ്പെട്ടത് പ്രൊഡ്യൂസർ, അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ അതിന് ഡയറക്ടർ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. സോ എന്തെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് അവരോട് പരാതിപ്പെടാം. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എനിക്ക് അപ്പോ എന്താ പറയാ, എല്ലാവരും സിനിമയിലേക്ക് ഒരു ദിവസം പൊട്ടി വീണ ആളുകളൊന്നും അല്ല. അവർക്കൊരു കുടുംബമുണ്ട്, എന്താ പറയാ, സോ അവർക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവർക്ക് അറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ശരിക്കും അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സംഘടനകളുണ്ട്, എന്താ പറയാ, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പരാതിപ്പെടാം. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്താ പറയാ, ഈ പറയുന്ന കമന്റ് അടികളും എല്ലാം നമുക്ക് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ പോലും ഈ കമന്റ് അടികളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ അവസരങ്ങളിൽ നേരിട്ടിട്ടുണ്ടാവാം. പരാതിപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം ഈ പരാതികളും ഉണ്ടെന്ന് അറിയത്തേ ഉള്ളൂ. കാര്യം ഈ കമന്റ് അടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കറിയാം അതൊരു എന്താ പറയാ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്താ പറയാ, എനിക്കറിയില്ല, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു സമയമായപ്പോഴത്തേക്കും ഈ പറയുന്ന തിക്ക് സ്കിൻ എനിക്കും വന്നു. പിന്നെ ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങിയപ്പോ ആരും ഒന്നും പറയാതെയായി. അതാണ് സാഹചര്യം. ഏതായാലും ഇത്തരത്തിൽ മാലാപാർവതിയുടെ അഭിപ്രായത്തിലാണ്. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ഖാദർ കരിപ്പൊടി ഇന്ന്